ഇപ്പോൾ ജോസ് ചേട്ടൻ്റെ പാട്ട് നമ്മളൊരു സാധാരണ ആൾക്കാർ കേൾക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഒരു മ്യൂസിക് ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷനാണ്. കറക്റ്റ്. ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെ എത്രത്തോളം വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അതിനുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് മ്യൂസിക് എപ്പോഴും. അപ്പം ജോസ് ചേട്ടൻ്റെ പാട്ട് ഇപ്പോൾ നമ്മളെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ ഈ വാവ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഒരു ഇഷ്ടം. ഓക്കെ, ഈ ആർട്ടിസ്റ്റിനോട് ഇഷ്ടം വരുന്നു, നമ്മൾ അന്വേഷിക്കുന്നു, അങ്ങനെ കണ്ടുപിടിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊന്നും ഞാൻ കുറ്റം പറഞ്ഞല്ല. ഞാൻ പറഞ്ഞത് ഒരു വേ ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലായി. ഒരു വഴിയും അതുപോലെ ഒരു ഭാഗം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്രിസിയേഷൻ അത്യാവശ്യമാണ്. കാരണം ഒരാളെ, നമ്മുടെ മക്കളാണേലും ആരെയാണേലും നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളിപ്പോൾ നമ്മുടെ ആരെങ്കിലും എല്ലാം നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം കാണും. ഇപ്പം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പം ഉഗ്രനായിട്ടുണ്ട്, ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അത് മനുഷ്യരാകുമ്പോൾ ഉള്ളതാണ്, മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും ഉള്ളത്. അത്യാവശ്യമാണ്, അത് വേണം. അതിൻ്റെ കൂടെ ഇതുകൂടെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. മനസ്സിലായി.